തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടി, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ DYFIയുടെ പൊതുച്ചോറിനെ അടക്കം അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വീട്ടിൽ ഇരുന്ന് റീൽസ് ഇടുമ്പോൾ അഭിമാനത്തോടെ DYFI ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. കേവലം ഒരു യുവജന സംഘടനയുടെ സമരസംഘടനയ്ക്കപ്പുറം സന്നദ്ധ സേവന രംഗത്ത് കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് DYFI നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ആറന്മുള വല്ലന SNDP സ്കൂളിലെ ക്യാമ്പിലാണ്, ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമുക്കറിയാം ഈ ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് പരാതി ഉയരുകയും പിന്നീട് വലിയ പരാതിയെ തുടർന്നാണ് അവിടെ കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയത്. അന്ന് ആദ്യഘട്ടം മുതൽ DYFI പ്രവർത്തനം സജീവമായിരുന്നു. കുടിവെള്ളമൊക്കെ കൊടുത്ത് ഇപ്പോൾ ഈ പണിതുകൊണ്ടിരിക്കുന്ന അജ്മലെ DYFI പ്രവർത്തനം അന്ന് കുടിവെള്ളം വിതരണം ചെയ്തു. ഇപ്പോഴാ ക്ലീനിങ് വെച്ചെടുത്തിരിക്കുകയാണ് അല്ലേ? അത് തന്നെയാണ്. ഇത് മഴക്കെടുതി തുടങ്ങിയ പ്രളയത്തിൻ്റെ ആരംഭഘട്ടത്തിൽ മുതൽ DYFI സജീവം പ്രവർത്തിക്കുകയാണ്. പല സഹാക്കളും ഊണും ഉറക്കവും ഇല്ലാതെ രാവെന്നോ പകലൊന്നും ഇല്ലാതെ സജീവമായി തന്നെ ക്യാമ്പിൽ കഴിഞ്ഞുകൊണ്ട് ക്യാമ്പിലെ ജനങ്ങൾക്കൊപ്പം കിടന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചേർക്കുകയാണ്. അന്ന് ഈ അജ്മലിലേക്ക് വരാൻ കാരണം പരാതി പറയുക മാത്രമല്ല ക്യാമ്പിനൊപ്പം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ പറയുന്ന വേറെ ഇതര സംഘടനകളാരും തന്നെ തിരിച്ചു നോക്കുന്നില്ല. ഇന്ന് തന്നെ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു, ഇപ്പോൾ ഞാൻ സ്കൂളിൽ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാം ജനങ്ങൾക്കൊപ്പം ചേർന്ന് ചെയ്യുന്ന യുവജന സംഘടന DYFI മാത്രമാണ്. DYFIയുടെ അജ്മലിനോട് ഞാൻ പോകാൻ കാരണം അന്ന് ക്യാമ്പിൽ വന്നപ്പോൾ അജ്മലാണ് MLA എത്താത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. അജ്മലൊക്കെ വിമർശിക്കുക മാത്രമല്ല ഈ ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. DYFIയുടെ ബ്ലോക്ക് ഭാരവാഹിയുടെ ചെരുവാണ്. സുധീഷേ, നിങ്ങൾ സ്കൂൾ ക്ലീൻ ചെയ്യുന്നു, ഇവിടെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നു, അങ്ങനെ എല്ലാ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് അല്ലേ? ജില്ലയിലെമ്പാടും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായി DYFI ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എഴിക്കാട് ഉന്നതിയിൽ മുഴുവൻ വീടുകളിലും ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ കിണറുകൾ, ഇപ്പോൾ വെള്ളം കയറിയ വീടുകളിലെ കിണറുകൾ ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിനോട് ബാധ്യതയുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നാളെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ക്ലാസ്സുകൾ ആരംഭിച്ച് കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഇതൊരു ക്യാമ്പ് നടന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി അവർക്ക് വിദ്യാഭ്യാസം നല്ല നിലയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് DYFIയുടെ നേതൃത്വത്തിൽ വല്ലന SNDP UPSലെ ക്യാമ്പ് നടന്ന സ്കൂളെന്നുള്ള നിലയ്ക്ക് ഈ സ്കൂള് വൃത്തിയാക്കി നാളെ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മുഴുവൻ വീടുകളിലേക്കും നമ്മൾ ഭക്ഷ്യധാന്യ കിറ്റ് എത്തിക്കുന്നു. അതുപോലെ തന്നെ കുടിവെള്ളം, പല വീടുകളിലും കിണറുകൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനമാണ് പ്രധാനമായിട്ടിപ്പോൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യൂത്ത് ബ്രിഗേഡ് സഖാക്കൾ ഒത്തുകൂടിക്കൊണ്ട് ഇതുപോലെയുള്ള ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിട്ടുള്ള ഈ മേഖലയ്ക്കകത്തെ അതുപോലെ തന്നെ ജില്ലയ്ക്കകത്തെ സ്കൂളുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇവിടെ മാത്രമാണോ, എല്ലായിടത്തും പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ക്യാമ്പുകൾ നടന്നിട്ടുള്ള മുഴുവൻ സ്കൂളുകളും മറ്റ് കേന്ദ്രങ്ങളും DYFIയുടെ നേതൃത്വത്തിൽ ജില്ലയിലാകെ വൃത്തിയാക്കുന്ന ക്യാമ്പയിൻ കൂടി ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടി, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ DYFIയുടെ പൊതുച്ചോറിനെ അടക്കം അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വീട്ടിൽ ഇരുന്ന് റീൽസ് ഇടുമ്പോൾ അഭിമാനത്തോടെ DYFI ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. കേവലം ഒരു യുവജന സംഘടനയുടെ സമരസംഘടനയ്ക്കപ്പുറം സന്നദ്ധ സേവന രംഗത്ത് കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് DYFI നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ വയനാട് ദുരിതം അനുഭവിച്ചപ്പോഴും അതോടൊപ്പം തന്നെ വലിയ പ്രളയം നമ്മുടെ കേരളത്തെ ബാധിച്ചപ്പോഴും ഈ പറയുന്ന കോവിഡ് അടക്കമുള്ള വലിയ പേമാരി, ഈ കോവിഡ് അടക്കമുള്ള വലിയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തെ അടക്കം ബാധിച്ചപ്പോഴും കൃത്യമായിട്ടുള്ള പ്രവർത്തനം DYFI നേതൃത്വത്തിലുണ്ട്. ഇനി അങ്ങോട്ടും DYFI എന്ന സംഘടന കൃത്യമായി തന്നെ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയുള്ളത്. DYFI ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാലാണ് പ്രതികരിച്ചത്. വിഷ്ണു പറഞ്ഞത് ശരിയാണ്. കാരണം വിഷ്ണു എല്ലായിടങ്ങളിലും ഈ ക്യാമ്പിലുള്ള ഈ ജില്ലയിൽ എല്ലായിടങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ തന്നെ പല വാർത്തയിൽ കണ്ടതുമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ക്യാമറമാൻ ബിബിനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.